ഞാനും മോളും കൂടെ രാവിലെ അംഗൻവാടി എത്തിയപ്പോഴേക്കും അവിടെ പതാക ഉയർത്തലൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ ആയ വന്ന് മോൾക്കൊരു മുട്ടായിയൊക്കെ കൊടുത്ത് അംഗൻവാടിക്കകത്തോട്ട് വിളിച്ചുകൊണ്ട് പോയേ. ഞാൻ വിചാരിച്ചത് അവൾ അവിടെ ചെല്ലുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്നാണേ. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവൾ കസേരയൊക്കെ എടുത്തിട്ട് എല്ലാ കുട്ടികളെയും ടീച്ചറും ആയയും കൂടെ കസേരയിലൊക്കെ ഇരുത്തി. അവൾ പിണക്കമൊന്നും കാണിക്കാതെ തന്നെ അവിടെ ഇരുന്നത്. സാധാരണ അവൾ ആരെങ്കിലും വന്ന് വിളിക്കുകയോ അവളുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുകയോ ചെയ്താൽ അപ്പോഴേ അവൾ കരയുന്നതാണ്. പക്ഷെ ഇന്ന് അവൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. കസേരയിലൊക്കെ നല്ല സന്തോഷത്തോടെ ഇരുന്ന് കുട്ടികളെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ടീച്ചർ വന്ന് എല്ലാവർക്കും ഓരോ ഫ്ലാഗൊക്കെ കൊടുത്ത് അതൊക്കെ അവൾ മേടിച്ച്. ഇനി തിരിച്ച് മേടിക്കാൻ നേരത്തെ എന്തരാകുമെന്ന് എനിക്കറിഞ്ഞൂടാ. കൊടുത്ത ഫ്ലാഗൊക്കെ അവൾ മേടിച്ച്. എന്നിട്ട് എല്ലാവരെയും നോക്കുന്നുണ്ടായിരുന്നു. എല്ലാവരെയും നോക്കുന്നു. അവരൊക്കെ എന്തൊരു ചെയ്യുന്നതെന്നാണ് അവൾ നോക്കുന്നത്. എന്നിട്ട് അവൾ അടുത്തിരിക്കുന്ന ആ കൊച്ചെന്തൊരു ചെയ്യുന്നതെന്ന് നോക്കി അവൾ അതുപോലെയൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നേ. പിന്നെ അംഗൻവാടിയിൽ മോളെ കൊണ്ടുവരണമെന്ന് ടീച്ചർ എൻ്റെ അടുത്ത് ഒരാഴ്ച മുമ്പേ പറഞ്ഞായിരുന്നു. ഇങ്ങനെ പതാക ഉയർത്തിന് കൊണ്ടുവരണം, അവളതൊക്കെ ഒന്ന് കാണട്ടെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് ഞാൻ കൊണ്ട് ചെന്നത്. അവളവിടെ ഇരിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര ഹാപ്പിയായിരുന്നു ആൾ. പിന്നെ ടീച്ചർ ഓണപ്പരിപാടി നടത്തുന്നതിനെക്കുറിച്ചൊക്കെ ഞങ്ങളോട് സംസാരിച്ചേ. ഇതാണ് ഞങ്ങളുടെ ടീച്ചറും ആയയും. സാരി ഉടുത്തുകൊണ്ട് നിന്നത് ടീച്ചറും മറ്റേത് ആയയാണ്. ഓണ പരിപാടി നടത്തണം, അതിന് സദ്യ ഉണ്ടാക്കണം, ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ടീച്ചർ ഞങ്ങളോട് സംസാരിച്ചത്. അതിന് എല്ലാവരും ഒരു ചെറിയ എമൗണ്ട് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ കുറേ നേരമൊക്കെ അവിടെ ഇരുന്ന് കൊച്ചുങ്ങളോടെ കളിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. ഇത് എൻ്റെ അനിയത്തിയുടെ മോനാണേ. അനിയത്തി എന്ന് വെച്ചാൽ കുഞ്ഞമ്മയുടെ മോൾ.